വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം ക്ലോറിന്റെ നല്ല ചുവയുണ്ടായിരുന്നു. അപ്പൊ അത് മാറി കുറഞ്ഞിട്ടുണ്ട്, നല്ല വെള്ളമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെള്ളത്തിലെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോറിനുണ്ട്, അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യമുണ്ട്. അപ്പോ ഇത് രണ്ടും നമുക്ക് മാറ്റി നമ്മളുടെ വെള്ളം ഇപ്പൊ നോർമലി നല്ല മിനറൽ വാട്ടർ ആയിട്ടുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ടവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല. എന്റെ കുട്ടികളാണെങ്കിലും എന്നോട് തന്നെ വെള്ളം ചോദിക്കണം, അപ്പൊ അത് തിളപ്പിക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാവുമ്പോ അവർക്ക് തന്നെ എന്നോട് ചോദിക്കാൻ തന്നെ പെട്ടെന്ന് വന്നിട്ട് എടുത്ത് കുടിക്കാലോ. നേരിട്ട് കുടിക്കാലോ. ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളത് ഇന്ന് വീണ്ടും നമ്മുടെ ഗിരീഷേറിന്റെ വീട്ടിലെത്തിയേക്കാണ്ടാ. കഴിഞ്ഞ ദിവസം നമ്മളൊരു വെസൽ ഫിൽട്രേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു വാട്ടർ പ്യൂരിഫയറിന്റെ കൂടി ആവശ്യകത ഇവിടത്തേക്ക് ഉണ്ടെന്ന്. അപ്പൊ ആ ഒരു വാട്ടർ പ്യൂരിഫയർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണത്. അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് വെള്ളമാണ്. പഞ്ചായത്ത് ലൈനിൽ കൂടി വരുന്ന വെള്ളമാണ് ഇവിടുത്തെ ഒരു സോഴ്സ്. മറ്റൊരു സോഴ്സാണ് നമ്മൾ കുഴൽക്കിണറിന്റെ വെള്ളമാണ് നമ്മൾ വെസൽ ഫിൽട്രേഷൻ ചെയ്തത്. 2 ടാങ്ക് ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. 2 ടാങ്കിന്റെ കേസ്. 2 ടാങ്ക് എന്ന് പറയുമ്പോൾ ഒരെണ്ണം കുഴൽക്കിണറിലെ വെള്ളം വന്ന് വീഴാനും വേറെ ഒരെണ്ണം പഞ്ചായത്ത് വാട്ടർ ലൈനിൽ കൂടി വരുന്ന വെള്ളം സേവ് ചെയ്യാനും. അപ്പൊ രണ്ടും 2 ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഈ വീടിന്റെ അകത്ത് വരുന്നത് പഞ്ചായത്ത് ലൈനിൽ കൂടി വരുന്ന വെള്ളമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അത് കുഴൽക്കിണറിന്റെ ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പഞ്ചായത്ത് വെള്ളത്തിനാണ് ശുദ്ധീകരിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ അകത്തെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, ഈ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ക്ലോറിനും ഉണ്ട്, അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യമുണ്ട്. അപ്പൊ അതിനേക്ക് ഒന്ന് ഫിൽട്രേഷൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മൾ ഇവിടത്തേക്ക് സജസ്റ്റ് ചെയ്തേക്കുന്നത്. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആറോ വാട്ടർ പ്യൂരിഫയർ ആണ് നമ്മൾ ഇവിടത്തേക്ക് വെക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അത് സെയിം മോഡൽ തന്നെയാണ്. ഇവിടത്തേക്ക് നമ്മൾ 2 പ്രീ ഫിൽറ്ററാണ് നമ്മൾ സജസ്റ്റ് ചെയ്തേക്കുന്നത്. ആക്ച്വലി 3 വേണം, ഒരു ക്ലോറിൻ റിമൂവറും കൂടി വേണം. പക്ഷെ ഇവിടെ യൂസേജ് കുറവുള്ള സ്ഥിതിക്ക് ക്ലോറിൻ റിമൂവർ തൽക്കാലത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അത് മീൻ ടൈം നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പ്രീ ഫിൽറ്റർ ആയിട്ട് ഒരു CTOയും അതുപോലെ തന്നെ ഒരു 5 മൈക്രോയുടെ സെഡിമെന്റ് ഫിൽറ്ററാണ് കൊടുക്കുന്നത്. അപ്പൊ അത് ഇവിടെ എവിടെയെങ്കിലും നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ട് നമ്മുടെ യൂണിറ്റ് ഇതിന്റെ അടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യണം. വാട്ടർ ലൈൻ ഇവിടെ ഓൾറെഡി ഉണ്ട്, പവർ പോയിന്റും ഉണ്ട്. അപ്പൊ ഈ ഒരു വർക്കിന്റെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കുഞ്ഞു വീഡിയോ ആയിരിക്കും. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തോളാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ആറോ വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തായിരുന്നു. എക്സലന്റ് ക്വാളിറ്റിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ക്ലയന്റിനും ബോധിച്ചേക്കണാണ്. അപ്പോ നമ്മളിവിടെ നീങ്ങാണ്. അതിന് മുന്നേ നമ്മുടെ കസ്റ്റമർ ഉണ്ട്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിരിച്ചേട്ടന്റെ വൈഫ്. ഗിരിച്ചേട്ടൻ ഇവിടെ ഇല്ല, ഗിരിച്ചേട്ടൻ പുറത്താണ്. അവരോട് ചോദിച്ചു നോക്കാം വർക്ക് ഇഷ്ടപ്പെട്ടോ, എന്തായിരുന്നു അവർ മുന്നേ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നത്. അവരിൽ നിന്ന് തന്നെ നേരിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി ഇവിടെ ഉണ്ട്.
ചേച്ചി വായോ. നമസ്കാരം. നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട്, വല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? ചേച്ചി അതൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു നോക്കി. വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യം ക്ലോറിന്റെ നല്ല ചുവയുണ്ടായിരുന്നു. അപ്പൊ അത് മാറി സ്മൂത്ത് ആയില്ലേ വെള്ളം? നേരത്തെക്കാളും കുറച്ച് കട്ടിയൊക്കെ കുറഞ്ഞില്ലേ വെള്ളത്തിന്? കട്ടിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, നല്ല വെള്ളമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വെള്ളത്തിലെ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലോറിൻ ഉണ്ട്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, ക്ലോറിനും ഉണ്ട്, അതേപോലെ തന്നെ അയണിന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പോ ഇത് രണ്ടും നമുക്ക് മാറ്റി നമ്മളുടെ വെള്ളം ഇപ്പൊ നോർമലി നല്ല മിനറൽ വാട്ടർ ആയിട്ടുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ടവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല. എന്റെ കുട്ടികളാണെങ്കിലും എന്നോട് തന്നെ വെള്ളം ചോദിക്കണം, അപ്പൊ അത് തിളപ്പിക്കണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതാവുമ്പോ അവർക്ക് തന്നെ എന്നോട് ചോദിക്കാൻ തന്നെ പെട്ടെന്ന് വന്നിട്ട് എടുത്ത് കുടിക്കാലോ. ഈ തിളപ്പിക്കൊന്നും വേണ്ട, നേരിട്ട് കുടിക്കാലോ. അപ്പൊ കൂട്ടുകാരെ, നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതേപോലെ തന്നെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.